ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പുണർദം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പുണർദം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ബലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. പുണർദം നക്ഷത്രത്തിൽ പിറന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളുള്ള മാസമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് അകമഴിഞ്ഞ സ്നേഹവും പരിചരണമൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്. കലാരംഗത്തുള്ളവർക്ക് തനതായ സംഭാവനകൾ നൽകാൻ സാധിക്കുന്നൊരു സമയമാണ്. ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസ നേടിയെടുക്കാൻ അല്ലെങ്കിൽ പ്രശംസ ലഭിക്കുന്നൊരു സമയമാണ്. എന്നാൽ ബന്ധുജനങ്ങളുടെ പെരുമാറ്റം മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാം കൂടി കിട്ടത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പോരായ്മ നമുക്ക് ലഭിക്കും, അതങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ബന്ധുജനങ്ങളൊക്കെ ഒരു നീരസമായിട്ട് പെരുമാറുന്നൊരു സമയം കൂടിയാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വരുമാനം ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൗരുഷമായ സംഭാഷണങ്ങൾ മൂലം ഉത്തമ സുഹൃത്തുക്കളെ പലരെയും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെയും ഭാര്യയെയൊക്കെ പിരിഞ്ഞ് നിൽക്കേണ്ടതായി വരുന്നൊരു സമയം കൂടിയാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസങ്ങൾ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കടബാധ്യതകളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ദൂർത്ത് കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതാണ്. പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓഡിറ്റിംഗ്, നിങ്ങൾ സെൽഫ് ഓഡിറ്റിംഗ് ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ധനപരമായിട്ട് വളരെയധികം ചിലവുകൾ നിങ്ങൾക്ക് വന്നുവിടുന്നതാണ്. വിശ്രമമില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. നന്നായിട്ട് പണിയെടുക്കേണ്ടതായിട്ട് വരുന്നതാണ് ഈ മാസങ്ങളിൽ. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്ക് കാലം വളരെ അനുകൂലമാണ്. ഈ വസ്തുവിന്മേൽ ക്രയവിക്രയങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. നിങ്ങൾക്ക് എതിർപ്പുകളെയൊക്കെ നേരിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. ഉന്നത വ്യക്തികളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ധാരാളം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. നിങ്ങളുടെ ഗൃഹങ്ങളിലൊക്കെ ജനനം നടക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനഭാഗ്യമില്ലാത്തവർക്കൊക്കെ സന്താനഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉള്ളതൊക്കെ കുറച്ചുകൂടി കലുഷിതമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകുന്ന സമയമാണ്. ഒന്നിലധികം തൊഴിലുകൾ നിങ്ങൾ ഒരേ സമയം എടുക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ജോലിഭാരം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മേലുദ്യോഗസ്ഥന്മാർ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രശംസിക്കുന്നത്. എല്ലാം തുറന്നു പറയുന്നത് മൂലം പലരുടെയും അതൃപ്തിയും അപ്രീതിയൊക്കെ സമ്പാദിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ ഈ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നയചാതുര്യം ഉണ്ടാകുന്നത് നല്ലതാണ്. അതാകുമ്പോൾ ശത്രുത, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാമെന്നാൽ ശത്രുത ക്ഷണിച്ചു വരിക്കുകയും ചെയ്യേണ്ടതില്ല. അപ്പോൾ ആരോട് സംസാരിച്ചാലും സമയവും സന്ദർഭവും നോക്കി സംസാരിക്കുക. നമ്മൾ പറയുന്നതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് അങ്ങേ തലയിലുള്ള ആൾക്ക് മനസ്സിലായി എന്ന് നമുക്ക് ബോധ്യമാവുകയും വേണം. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ആൾക്കാരുടെ ശത്രുത നേടിയെടുക്കരുത് ഈ സമയങ്ങളിൽ. കുടുംബ ബന്ധങ്ങളുടെ മറവിൽ ബന്ധുജനങ്ങൾ ധാരാളം ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാർഷിക മേഖലയിലൊക്കെ വിജയം പ്രതീക്ഷിച്ച ലാഭമൊന്നും ഉണ്ടാകുകയില്ല. നഷ്ടം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മുടക്കുമുതലിൻ്റെ അറ്റപ്പറ്റേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കാർഷിക മേഖലയിൽ വരുമാനം അത്ര പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക്, ഡ്രീമായിട്ട് കൊണ്ടുനടന്നവർക്കൊക്കെ അതിനുള്ള അവസരം വന്നു ചേരുന്നൊരു സമയം കൂടിയാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. പൊതുവേ ഗുണാനുഭവങ്ങൾ തന്നെയാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസങ്ങളിൽ. ചെറിയ ചെറിയ ദോഷ ഫലങ്ങളിൽ ഒഴിച്ചാൽ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും. എന്നാൽ നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നിങ്ങൾ തിങ്കളാഴ്ചയും ശനിയാഴ്ചയൊക്കെ ശിവക്ഷേത്ര ദർശനം ഗുണകരമായിരിക്കും. ബന്ധുജനങ്ങളുടെയൊക്കെ
ചൂഷണത്തിൽ നിന്നൊക്കെ ഒന്ന് മുക്തനാകാനായിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇതൊരു പരിധിവരെ ഗുണകരമായിട്ടിരിക്കും. മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് അഘോര മന്ത്രാർച്ചനയോ പുറകിൽ വിളക്കോ ഒക്കെ നടത്താം. ഇതൊന്നുമില്ലെങ്കിൽ ഭഗവാൻ ശിവനാണ്, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. നമ്മുടെ ഭക്തനും ഭഗവാനുമായിട്ടുള്ളൊരു ടെലിപ്പതി ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ ഭഗവാനെ സങ്കല്പിച്ച് സർവ്വതും ഭഗവാനിൽ അർപ്പിക്കുമ്പോഴാണ് ഭഗവാനും ഭക്തനുമായിട്ടൊരു ടെലിപ്പതി ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ വിളി ഭഗവാൻ കേൾക്കുന്നത്. ബാക്കിയുള്ള വഴിപാടുകളെല്ലാം സെക്കൻഡറിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക, സർവസ്വവും ഭഗവാനിൽ അർപ്പിക്കുക, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.